إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തിയും പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്കൂളുകൾ തുറക്കുവാനും അധ്യാപനങ്ങൾ തുടങ്ങുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇന്നുള്ളത്. നമുക്കറിയാം, ജനങ്ങൾക്ക് അധ്യാപനം നടത്തുക എന്നത് നന്മയുടെ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു വിഭാഗം ആളുകൾ എടുക്കേണ്ടതായ ഒരു വലിയ ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നേടിയ പ്രവാചകന്മാരാണ് ആദ്യത്തെ അധ്യാപകന്മാർ. പ്രവാചക പാഠശാലയിൽ നിന്ന് സംസ്കരണവും അതുപോലെ ശിക്ഷണവും ലഭിച്ചവരായിരുന്നു ലോകത്തിന് തുല്യതയില്ലാത്ത മാതൃകകളായ സ്രഷ്ടാക്കളായ ഉത്തമ തലമുറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് എന്നത് ലോകത്തിലേക്ക് ഇറക്കി കൊടുക്കുകയും അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അറിവ് എന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഒരാൾക്ക് അറിവ് ലഭിക്കുക, ഒരു സമൂഹത്തിന് അറിവ് ലഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് അല്ലെങ്കിൽ ആ സമൂഹത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലെ മഹത്തായ അനുഗ്രഹമാണ് അത്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ വിജ്ഞാനം നൽകുന്നു. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഏതൊരുവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം നൽകുന്നുവോ അവന് ധാരാളം നന്മ നൽകപ്പെട്ടു കഴിഞ്ഞു. ഒരു മനുഷ്യനെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം കിട്ടിയ മനുഷ്യനാക്കി വളർത്തുന്നുവോ അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ധാരാളം നന്മ നൽകി കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്കാണ് അറിവ് നൽകുക. എല്ലാ ആളുകളെയും പടച്ച തമ്പുരാൻ ഒരേ തലത്തിലേക്ക് കൊണ്ടുവരില്ല. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് ശേഖരിച്ചു വെക്കുവാനും അത് നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അത് ഉപകാരപ്രദമായ രൂപത്തിൽ സ്വീകരിക്കുന്ന നന്മയാക്കി മാറ്റുവാനും അറിവാക്കി മാറ്റുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സഹായിക്കും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുവഫിഖുഹു ഫിദ്ദീൻ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗാഹമുള്ളവനാക്കി മാറ്റും. മതത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അറിവ് എന്നത് അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് മതപരമായ വിഷയത്തിൽ ആത്മീയമായ വിഷയത്തിൽ അറിവ് നൽകുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നന്മ ഉദ്ദേശിച്ചു എന്നതിന്റെ ആദ്യത്തെ അടയാളമാണ്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അത് ലഭിച്ചവർ, ആ നന്മ ആ അറിവ് ലഭിച്ച ആളുകൾ ഉന്നത പദവിയിലാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽ വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ് എന്നാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും അറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹു പല പടികൾ ദറജ വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് അവർക്ക് ഒരുപാട് പടികൾ ഉയർത്തിക്കൊണ്ട് അവരുടെ ദറജയെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അറിവ് നേടുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാവരും ഒരുപോലെ അറിവ് നേടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അല്ലാതെ നടക്കുകയില്ല. പക്ഷെ അറിവ് സംഭരിക്കുക എന്നത് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ നന്മ കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അയാൾ അറിവ് സമ്പാദിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ എല്ലാ മക്കളും വിദ്യാലയങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അഡ്മിഷനുകൾ കഴിഞ്ഞും അഡ്മിഷനുകൾ അതിന്റെ തുടർച്ച കൊണ്ടും അതുപോലെ തന്നെ അതിനുള്ള അധ്വാനങ്ങൾ കൊണ്ടുമൊക്കെ വീടും രക്ഷിതാക്കളും എല്ലാം സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കളിക്കാനും ചിരിക്കാനും ഉണ്ടായിരുന്ന മാസങ്ങൾ, വേനലവധികളൊക്കെ നമ്മളിൽ നിന്ന് വിട്ട് സ്കൂളിന്റെ അങ്കണങ്ങളിലേക്ക് പുതിയ തലമുറ മുതൽ അതുപോലെ ലീവിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ വരെ വീണ്ടും സ്കൂളിന്റെ അങ്കണങ്ങളിലേക്ക്, മദ്രസയുടെ അങ്കണങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവിടെയൊക്കെയാണ് സഹോദരങ്ങൾ ഇത് എന്തിന് എന്ന് ആലോചിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ അധ്വാനിക്കുമ്പോൾ എന്താണ് നമുക്കതിന് പകരം ലഭിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇന്നത്തെ ഖുതുബയിൽ നിന്ന് സാരാംശം ഉൾക്കൊള്ളുവാൻ സാധിക്കുക. ഒന്നാമതായി നമുക്ക് ഭൗതികമായ അറിവുകൾ, മതപരമായ അറിവുകൾ, അങ്ങനെ വിജ്ഞാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവുകൾ സ്വീകരിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ കരുതലിൽപ്പെട്ടതാണ്. അറിവുകൾ സമ്പാദിക്കുക എന്നത് വായിക്കാനും പഠിക്കാനും എഴുതാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന തരത്തിൽ നമ്മളുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ ഉത്ബുദ്ധരാക്കി വളർത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ അക്ഷരക്കൂട്ടങ്ങളിലേക്ക് അവരെ നമ്മൾ അയക്കുന്നത്. അവിടെ അറിവിന്റെ വിവിധങ്ങളായ വശങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിൽ, അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിലേക്കൊക്കെ അറിവുകൾ സംഭരിക്കാൻ വേണ്ടി അവരെ നമ്മൾ വിവിധങ്ങളായ കോഴ്സുകളിലേക്കും സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി മതപരമായ അറിവിന്റെ പ്രാധാന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു അറിവ് നൽകുമെന്നാണ്, വിജ്ഞാനം നൽകുമെന്നതാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ സന്താനങ്ങൾക്ക് അവരുടെ ഭാവി നന്മയുടെ, അല്ലെങ്കിൽ അവർ ഭാവി ഭാസുരമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് അവർക്ക് അറിവ് നൽകുക എന്നതാണ്. ആ അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രയത്നിച്ചും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ഒരു മനുഷ്യൻ ജീവിക്കുക എന്നത്, വിശ്വാസിയാവുക എന്നത് ഒരു മനുഷ്യന്റെ രണ്ട് ലോകത്തെയും വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടതാണ്. രണ്ട് ലോകത്തും അയാൾ ജീവിക്കുന്നു, രണ്ട് ലോകത്തും അയാൾ ഐശ്വര്യവാനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ട ഒന്നാമത്തെ നിബന്ധനയാണ് അയാൾ അല്ലാഹുവിനെ അറിയുക. അല്ലാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക് ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ ഇടപെടാൻ, ഭയപ്പാടോടുകൂടി ജീവിക്കുവാൻ, അവന്റെ ശിക്ഷയെ
അവന്റെ കരുതൽ നഷ്ടപ്പെടുന്നതിനെ, അവന്റെ തൗഫീഖ് ഇല്ലാതാകുന്നതിനെ, അവന്റെ സൗഭാഗ്യങ്ങൾ കുറഞ്ഞു പോകുന്നതിനെ, അവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെയൊക്കെ അയാൾ ഭയപ്പെടുക അയാൾ അറിവുള്ള ആൾ ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുക അറിവുള്ളവർ മാത്രമാണ്. അറിവ് ലഭിക്കുമ്പോഴാണ് അള്ളാഹനെ പോലും ഭയപ്പെട്ട് ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയും. അതുകൊണ്ട് ഒരു മനുഷ്യൻ അറിവിന്റെ കേന്ദ്രത്തിലേക്ക് നീങ്ങുക, ഒരു വ്യക്തിയെ അറിവ് പഠിപ്പിക്കുവാൻ വേണ്ടി അതാത് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നതൊക്കെ ഏറ്റവും വലിയ നന്മകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളിൽ മതപരമായ നന്മയുടെ അറിവുകൾ നേടുന്നതിനുള്ള പ്രയത്നങ്ങളായി മാറ്റി അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഇനിയോ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ അറിവില്ലാത്ത ആളുകളും അറിവുള്ള ആളുകളും സമന്മാരല്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാകുന്നില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുർആൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഒരാൾക്ക് അറിവ് ലഭിച്ചു, അയാൾ അധ്വാനിച്ചുകൊണ്ട് അയാൾ പഠിച്ചെടുത്തു, അയാൾക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാൻ, അയാൾക്ക് മതപരമായ ജീവിതത്തിലുള്ള എല്ലാവിധ കർമ്മങ്ങളിലും സജീവമാകാൻ, അതോടൊപ്പം ഭൗതികമായ ജീവിതത്തിൽ അയാൾക്ക് അധ്വാനിക്കുവാൻ, അയാളുടെ ഉപജീവന മാർഗങ്ങളാക്കി മാറ്റുവാൻ, അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ നൽകുവാൻ, അങ്ങനെ ഇതര ലക്ഷ്യങ്ങളോടുകൂടി നമ്മളെല്ലാവരും അറിവ് സ്വീകരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മനുഷ്യനും ഈ അറിവൊന്നും നേടാതെ വെറുതെ ഹവയായി ജീവിക്കുന്ന, വെറുതെ മറ്റ് ഇതര ജീവികളെ പോലെ തിന്നും കുടിച്ചും മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും തമ്മിൽ ഒരിക്കലും സമമാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കുന്ന മേഖലകളിലെ അഭിവാജ്യ ഘടകങ്ങളാണ് അധ്യാപകർ എന്നത്. അധ്യാപനം എന്നത് പ്രിയപ്പെട്ടവരെ മഹത്തരമായ നന്മയുള്ള ഒരു വല്ലാത്ത ജോലിയാണ്, വല്ലാത്ത അധ്വാനമാണ്. അത് നമ്മൾ അതിന്റെ വേതനം സ്വീകരിച്ചാലും ശരി, വേതനം സ്വീകരിക്കാത്ത രൂപത്തിലായാലും ശരി, ആളുകൾക്ക് ഒരു നന്മ അറിയിച്ചു കൊടുക്കുക എന്നത്. മക്കളെ കൂട്ടി വിളിച്ച് മക്കളൊക്കെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വാപ്പ ഒരു പുതിയ അറിവ്, അവരിതുവരെ കേൾക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു അറിവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു തിന്മേശയിൽ എല്ലാ ബറകാത്തുകളും വരുമെന്ന്. അവരുടെ യാത്രകളിൽ അവർ നന്മയെപ്പറ്റി അറിവിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആളുകൾ വിചാരിക്കും ഇയാൾക്ക് എപ്പോഴും ഉപദേശമാണ്, ഇയാൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടാവും. ഇനി ഒരാൾ വരുമ്പോൾ നമ്മൾ പറയും അയാളിപ്പോ എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കും. സഹോദരങ്ങളെ, ആ ആള് ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണ്. ആ ആള് ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് ആവശ്യമല്ല എന്നോ വേണ്ടതില്ല എന്നൊക്കെ തോന്നിയാലും ശരി, ഇങ്ങനെ ഒരുപാട് ആളുകൾ പരമ്പരാഗതമായി ചെയ്തതിന്റെ ഫലമായിട്ടും അധ്വാനിച്ചതിന്റെ ഫലമായിട്ടുമാണ് നമ്മളൊക്കെ ഇന്ന് അറിവിന്റെ കേന്ദ്രങ്ങളിൽ ഒരു അല്പമെങ്കിലും എത്തിയിട്ടുള്ളത്. അറിവിന്റെ മേഖലകളിൽ നമുക്കൊരല്പമെങ്കിലും എത്താൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ, ഏതൊരു ഭാഷ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാവട്ടെ, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നവനാവട്ടെ, ഖുർആൻ പഠിപ്പിക്കുന്നവനാവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാകുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുശക്തവും സുഭദ്രവുമായ തലമുറകളുടെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് അധ്യാപനം നടത്തുന്ന പല കേന്ദ്രങ്ങളും നമുക്കറിയാം. അധ്യാപനം നടത്തുന്ന പല ആളുകളെയും നമുക്കറിയാം. എല്ലാവരും വ്യത്യസ്തങ്ങളായ ഓരോ വശങ്ങളായിട്ട് പഠിക്കുന്നത്, ശാസ്ത്രീയമായ മേഖലകളിൽ, സാമൂഹികമായ മേഖലകളിൽ, അതുപോലെ ഒരുപാട് ബയോളജിയും ജിയോളജിയും പോലെയുള്ള ഒരുപാട് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകൾ അധ്വാനിക്കുമ്പോൾ അവരെന്ത് അതിനുള്ള അധ്വാന ഫലം വാങ്ങിയാലും ശരി, അയാൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ എല്ലാ മേഖലകളിലും അറിവുള്ള ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അധ്യാപനം അതവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മരണശേഷവും അയാൾക്ക് ഉപകരിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ മരണത്തോടുകൂടി 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുറിച്ചുകൊണ്ടാണ് അയാൾ പോവുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താണ്? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ. ജാരിയായി അയാൾ നിർവഹിച്ചിരിക്കുന്ന സ്വദഖ, അതിന്റെ ഫലം അയാളുടെ മരണശേഷവും അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. രണ്ടാമത് പറഞ്ഞത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി. ഉപകാരപ്രദമായ അറിവ്, അയാൾ അറിവ് സ്വീകരിച്ചു, അതിന്റെ അറിവിന്റെ തണലിൽ അയാൾ അയാളുടെ കുടുംബത്തെ വളർത്തി, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ആ നാട്ടിലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, മറ്റുള്ള ആളുകൾക്ക് അയാളുടെ അറിവെത്തുന്ന രൂപത്തിൽ അയാൾ അധ്വാനിച്ചു.
ഇത് അയാളുടെ മരണശേഷം എന്താണ്? ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് മിക്ക ആളുകൾക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ വാപ്പയോ ഉമ്മയോ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരെ മരണശേഷം ഇന്ന് നമ്മൾ ചെല്ലുകയാണ് അൽഹംദുലില്ലാഹ്. ആലോചിച്ച് നോക്കി, അവർക്ക് ആ അൽഹംദുലില്ലാഹ് എന്നൊരു ദിക്ർ ചെല്ലുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മാന്റെ ഖബറിലേക്ക്, ഉമ്മാന്റെ നന്മകളുടെ കേന്ദ്രങ്ങളിലേക്ക്, ആ സംഭരണിയിലേക്ക് നമ്മളുടെ ആ ഒരു ദിക്റും കടന്നു ചെല്ലുക. അങ്ങനെ ഓരോന്നും നമുക്ക് ചില പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കും, അത് ഇന്ന ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്, അത് ഇന്ന ഖുതുബയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, അല്ലെങ്കിൽ അതിന്റെ വാപ്പ പണ്ടെന്റെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ വാപ്പ പറഞ്ഞ് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന നമുക്ക് പറയാൻ പറ്റും. ചില പ്രാർത്ഥനകൾ ചില ഉസ്താദുമാരെ ഓർമ്മപ്പെടുത്തും അല്ലേ? അങ്ങനെ ഓരോ നന്മകളും നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ അവിടെ സംഭവിക്കുന്നത്? അയാളുടെ മരണശേഷവും അയാൾ പഠിപ്പിച്ചിരിക്കുന്ന നന്മകൾ ഒരു സമൂഹം, കുറച്ചാളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മരണപ്പെട്ട ആളുകളുടെ നന്മയുടെ സംഭരണിയിലേക്ക് ആ നന്മയുടെ വിഹിതം കടന്നു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊന്ന് ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. ആ സന്താനത്തിന് ദീന് നൽകി അവനെ ബോധവാനാക്കി ആണ് ഒരു രക്ഷിതാവും മരിച്ചു പോകുന്നതെങ്കിൽ അതിനുശേഷം ആ മക്കൾ ചെയ്യുന്ന നന്മയും പ്രാർത്ഥനകളും ആലോചിച്ച് നോക്കി, എല്ലാം തന്നെ ഒരു സമ്പാദ്യം ജനങ്ങൾക്ക്, പാവങ്ങളിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകൻ. ആ സംരംഭകൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണ് അയാളുടെ മക്കളെ സഹായത്തിന് വിളിക്കും, അയാളുടെ മക്കളെ ഏൽപ്പിക്കും, ഈ പൈസ എന്നാക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ കുട്ടി ചെറുപ്പം മുതലേ കാണുന്നത് എന്താ? വാപ്പ ഒരു നിശ്ചിത സമയത്ത് ആളുകളെ എങ്ങനെ സഹായിക്കുന്നു, വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് പാപ്പ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പണം കൊടുക്കുന്നു, സഹായിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകൻ ആ നാട്ടിൽ നിന്ന് യാത്രയായാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ സംരംഭത്തിന്റെയും അതുപോലെ അദ്ദേഹം ചെയ്തിരിക്കുന്ന സൽക്കർമ്മത്തിന്റെയും ചുമതല പിന്നെ ഏറ്റെടുക്കുന്നത് ആരാണ്? അയാളുടെ സന്താനമാണ്. ആ സന്താനം അതിന്റെ തുടർച്ച, അതിനുശേഷം അയാളുടെ സന്താനം. അങ്ങനെ പരമ്പരാഗതമായി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു നന്മയുടെ തുടക്കം തീർത്തിരിക്കുന്ന ഒരാൾ 2-3 തലമുറകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ തുടങ്ങി വെച്ച നന്മ അതിന്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ നന്മയുടെ എന്താ പറയാ വിഹിതത്തിന്റെ വർധനവ് ചില്ലറയായിരിക്കും. അത് മാത്രവുമല്ല, അതിനൊരു മാത്തമാറ്റിക്സ് ഉണ്ട്, അതിങ്ങനെ പെരുകിയിട്ട പോവുക. എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൽ നിന്ന് ഖുർആൻ പഠിച്ച് ഹിഫ്ളായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടുത്ത 50 ആളുകൾക്ക് ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ 50-ൽ നിന്ന് പിന്നെന്താണ്, ആ 50 ആളുകളും വ്യത്യസ്തരായ കുറെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കും. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചു പോവുക ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയേ, എന്തിന് നമ്മളൊക്കെ വായിക്കുന്ന, മലയാളികളായ നമ്മൾ വായിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ 30 വർഷത്തെ രാത്രിയും പകലും അധ്വാനിച്ചിട്ട് ഒരു മനുഷ്യൻ ഇരുന്നുണ്ടാക്കിയ പാരായണത്തിന് വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയ സുബ്ഹാനല്ലാഹ് അമാനിമൗലിയുടെ തഫ്സീർ ഉദാഹരണമായിട്ട് 30 കൊല്ലാണ് അദ്ദേഹം അധ്വാനിച്ചത്. ഒരു പുരുഷായുസിന്റെ ഏറ്റവും ജീവസ്സുറ്റ സമയമെടുത്തിട്ട് രാത്രിയും പകലും ഗവേഷണം നടത്തി നിരവധി കിതാബിൽ നിന്ന് മലയാളത്തിലേക്ക് അതിന് പരിവർത്തനം നടത്തിയിട്ട് മലയാളികൾക്ക് അത് വായിക്കാൻ കൊടുത്ത അദ്ദേഹം യാത്രയായി. അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. ആലോചിച്ച് നമ്മളൊരു ആയത്ത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ അതിന്റെ പുണ്യം ലഭിക്കുകയാണ്. കേരളത്തിലെ വിശാലമായ ഒരു മക്ബറയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിശാലമായ മഹല്ലിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതന് ഇതിന്റെ പുണ്യം ലഭിക്കുകയാണ്. അത് വായിച്ചു കൊടുക്കുമ്പോൾ വായിച്ചാൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നന്മ പടർന്നിട്ട് പന്തലിക്കുകയാണ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അറിവ് നേടുക എന്നതും അതുപോലെ തന്നെ അറിവ് മറ്റുള്ള ആളുകൾക്ക് നുകർന്നു നൽകുക എന്നതും. അറിവ് നമുക്ക് ചിലപ്പോൾ കിട്ടും, എല്ലാവർക്കും അറിവുണ്ട്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഹജ്ജ് ചെയ്തവർക്കും ഹജ്ജ് ചെയ്യാത്തവർക്കും ഹജ്ജ് എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ ഓരോ നന്മയും നമുക്കറിയാം. സദഖയുടെ പുണ്യം സദഖ ചെയ്തവർക്കും അറിയാം, സദഖ ചെയ്യാത്തവർക്കും അറിയാം. പിശുക്കന്മാർക്കറിയാം അതിന്റെ നിയമം എന്താണെന്ന്. ഒരിക്കലും പണം ചെലവാക്കാത്ത ആളുകൾക്കറിയാം അതിന്റെ പിന്നെ അവകാശികൾ ആരാണ്. എല്ലാ അറിവും എല്ലാവർക്കും ഒരു പക്ഷേ ഉണ്ടാകും. പക്ഷേ അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ, അത് ഉപകരിക്കണമെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ഉപകരിക്കുന്ന ഇൽമു
എന്ന് പറയാം. ഒന്നുകിൽ അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുവാൻ. നമ്മൾ അർഹനാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്ന അറിവ് അത് ചെയ്യൽ നിർബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ നമ്മളോട് ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനൊരു അറിവ് നമ്മൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു തലമുറ ഇല്ലാത്ത വിധം സമൂഹത്തിന്, സമുദായത്തിന് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിന്റെ ലോകത്തേക്ക് ആ സമൂഹത്തെ കൊണ്ടുവന്നത്. എവിടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാത്ത ഒരു സമൂഹം വളർന്നു വന്നു പോകും. ഞാൻ പറഞ്ഞില്ലേ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായി അവരുടെ സന്താന പരമ്പരയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി വലുതാക്കി. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഒരു വിഭാഗം അവിടെ മരണപ്പെട്ടു പോയ, ജീവിച്ചു കഴിഞ്ഞു പോയ ആളുകളെ പിന്നെ എന്താ പറയാ ആരാധിക്കുന്ന, അതല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന അവസ്ഥയിലെത്തി. ആ ബഹുമാനം, ആദരവ് അതിര് കവിഞ്ഞ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്തേക്ക് ആ സമൂഹം എത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് റസൂലിനെ അയക്കുന്നത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അങ്ങനെ ഒരുപാട് സമുദായത്തിൽ, ഓരോ സമുദായത്തിലും ഒരു എന്താ പറയാ ഒരു ഉപദേശകനെ, ഒരു പ്രവാചകനെ ആവശ്യം വന്ന ഘട്ടത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അറിവ് അങ്ങനെയായിരുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരിശുദ്ധ ഖുർആനിനെ പറ്റി പറയുന്ന ആയത്തിൽ പറയുന്നത്, ഞാനാണ് അതിനെ ഇറക്കിയത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിച്ചുകൊള്ളും. അല്ലാഹുവിന്റെ അറിവിന്റെ കേദാരമാണ് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. അതിലെല്ലാ ശാസ്ത്രശാഖകളുമുണ്ട്, എല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വികസിതമായ രൂപത്തിൽ ഒരുപാട് ശാസ്ത്ര മേഖലകളും കോളേജുകളും അധ്യാപനങ്ങളും നടക്കുന്നുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഭാഷാപരമായിട്ടും ഒക്കെ ഒരുപാട് അറിവുകൾ ഇൽമിന്റെ ലോകം തുറന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സംരക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലൂടെ അത് താഴേക്കിറക്കി. അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമുകളായ സഹാബത്തിനത് പഠിക്കാൻ കഴിഞ്ഞു. അവർ വ്യത്യസ്തമാക്കി അവരവരുടെ മക്കളിലേക്ക് അതിനെ വ്യാപിപ്പിച്ചു. അതൊരു സമൂഹം ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ വ്യാപിച്ചു വന്ന ഖുർആനിന്റെ ആയത്തുകളാണ് ഇന്ന് ബാംഗ്ലൂരിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതുന്നതും നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തിന്റെ പ്രസരണം അങ്ങ് 1440 വർഷങ്ങൾക്ക് മുമ്പ് ജബലുന്നൂരിന്റെ ഗിരിസാനുക്കളിൽ ജിബ്രീൽ എന്ന മാലാഖയിൽ നിന്ന് വാങ്ങിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയ ഒരു പ്രസരണം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും അറിവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും കിതാബുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ ആ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിവ് എന്നത് ഏതെങ്കിലും ഒരു ചെറിയ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സംഭവമല്ല. ഈ ദുനിയാവിൽ മനുഷ്യരാശി എന്ന് ജീവിതം തുടങ്ങിയോ അന്ന് മുതൽ അവന് അറിവ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുന്നുണ്ട്, നിശ്ചയമായും അറിവുള്ളവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാർ ദീനാറോ ദിർഹമോ അല്ല അനന്തരം നൽകുന്നത്, മറിച്ച് അവർ നൽകിയിരിക്കുന്നത് അറിവാണ്. അവർ നൽകിയിരിക്കുന്നത് അറിവാണ്. സമൂഹത്തെ ഉത്ബുദ്ധരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അറിവ് നൽകുന്ന ആളുകളെയും അറിവുള്ള ആളുകളെയും ബഹുമാനിക്കുക എന്നൊരു ഉത്തരവാദിത്തം അതത് സമൂഹങ്ങൾക്കുണ്ട്. വിശിഷ്യ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരോട്, ഈ അധ്യാപനം നടത്തുന്ന അധ്യാപകരോട്, അത് ഏത് നന്മ നിറഞ്ഞ ഏത് വിഷയമായാലും ഭൗതികമാവട്ടെ, അതിൽ പ്രത്യേകിച്ച് മതപരമായ അധ്യാപനം നൽകുന്ന ആ ആളുകളോട് നമുക്ക് എല്ലാവർക്കും ബാധ്യതകളുണ്ട്. അവരോട് മാന്യമായി പെരുമാറുവാൻ, അവരുടെ വാക്കുകളെ നന്നായി ശ്രദ്ധിക്കുവാൻ. ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തിയപ്പോൾ സഹാബികളെ കണ്ട കാര്യം അദ്ദേഹം വിശദീകരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാകും. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഞാൻ നബിയുടെയും സഹാബാക്കളുടെയും അടുത്തെത്തി അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കും പ്രകാരമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതായത് അത്രയും എന്താ പറയാ സാഗൂതം അവർ കേട്ടുകൊണ്ട് ഏറ്റവും നിശബ്ദമായ രൂപത്തിൽ അറിവ് സമ്പാദിക്കാൻ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവരായിട്ടാണ് അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും കണ്ടത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അറിവ് നേടുക എന്നത്. നമ്മൾ വിചാരിക്കും അത് കുറച്ച് ആളുകൾ പഠിക്കും, നമ്മളത് അവരെ പിന്നാലെ. അങ്ങനെയാണ് ഒരു സമൂഹം വളർന്നതും തളർന്നു പോയത്. എന്താണ്? ഒരു സമൂഹത്തെ കണ്ണടച്ച് വിശ്വസിച്ച് അവർ പറയുന്നത് മറ്റു തലത്തിലൊന്നും പരിശോധിക്കാതെ പഠിക്കാതെ കണ്ണു ചുമ്മി വിഴുങ്ങി ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് എന്ത് ന്യൂനത പറ്റുമ്പോഴും അത് എവിടെ വെച്ചാണ് തിരുത്തേണ്ടത് എന്നറിയാത്തൊരു സമൂഹം വളർന്നു വന്നതിന്റെ പരിണിത ഫലമായിട്ടാണ് സമൂഹത്തിൽ തിന്മകൾ ഉടലെടുക്കാൻ തുടങ്ങിയത്.
ചില നന്മകൾ മതത്തിന്റെ ഭാഗമായിട്ട് വിദഅത്തുകളായിട്ട് വന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് അറിവ് അതിന്റെ യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്ന് സ്വീകരിക്കുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, വ ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും 3 വിഭാഗത്തെ അനുസരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല ഭിന്നാഭിപ്രായവും ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും നിങ്ങൾക്ക് തോന്നിയാൽ, ഫറുദ്ദൂഹു, നിങ്ങൾ തിരിയുക, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും. ആദ്യം അനുസരിക്കാൻ പറഞ്ഞെടുത്ത് 3 എണ്ണം എണ്ണി, അല്ലാഹുവിനെ, റസൂലിനെ, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ, സംശയമുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾ ആരിലേക്കാണ് പിന്നെ പോകേണ്ടത്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഖൈർ വഹ്സനു തഅ്വീല. ഖുർആൻ അതാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായ സ്രോതസ്സിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി എടുക്കുക എന്ന ഉത്തരവാദിത്തം അറിവിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നിർവഹിക്കുന്നിടത്ത് നമ്മൾ സൂക്ഷ്മാലുക്കളാകണം. അല്ലാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അറിവ് പകരുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന്റെ സമൂഹത്തിൽ, ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അറിവുള്ള ഒരു സ്ഥലത്ത്, അറിവുള്ള ആളുകളുടെ നാട്ടിൽ, അറിവുള്ള ആളുകളുടെ കുടുംബത്തിൽ, അറിവുള്ള ആളുകളുള്ള വീട്ടിൽ, അതുപോലെ തന്നെ അറിവുള്ള ആളുകളെ, ആലിമുകളെ കാണാനും സംസാരിക്കുവാനും ഇടപെടാനും എന്ത് സംശയത്തിന് ചോദിക്കുവാനും ഒക്കെ ആളുകളുള്ള ഒരു നാട്ടിൽ, ആ ഒരു സന്ദർഭത്തിൽ ജീവിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സൗഭാഗ്യമാണ്. കാരണം എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയങ്ങളിലോ മറ്റു വിഷയങ്ങളിലോ ഏതെങ്കിലും അവഗാഹം നേടാത്തൊരു കാര്യത്തിൽ അയാൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരാളെ ലഭ്യമാകുക എന്നത് വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞ ഒരു വലിയ അപകടം എന്താ? വിജ്ഞാനം ഉയർത്തപ്പെടുന്നു, അറിവുള്ള ആളുകൾ ഇല്ലാതാവും, ചുരുങ്ങിപ്പോവും, പണ്ഡിതന്മാരിങ്ങനെ മരണപ്പെട്ട് പിരിഞ്ഞു പോകും. നമുക്ക് ദീന് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ദീന് പറയുന്ന ആളുകളോട് തുച്ഛം വരുന്ന, അല്ലെങ്കിൽ അവരോട് മതിപ്പില്ലാത്ത ഒരു സമൂഹമാക്കി അല്ലാഹു നമ്മളെ മാറ്റിക്കളയും, നമ്മുടെ തിന്മ കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ആളുകളെയും ബഹുമാനിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ഷാഫിഈക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും പാപമോചനം നടത്താതെയും കഴിഞ്ഞ 30 വർഷം ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയിട്ടില്ലെന്നാണ് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് ദീന് കൊടുത്ത, മതം പറഞ്ഞു കൊടുത്ത, വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്ത തന്റെ ഉസ്താദിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ കഴിഞ്ഞ 30 വർഷം രാത്രിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചെലവാക്കിയിട്ടില്ല. എല്ലാ രാത്രിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രാർത്ഥനകൾ, സംഗതികൾ സഹോദരങ്ങളെ സ്ഥിരമായി നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടത്. അതോടൊപ്പം തന്നെ ഇൽമോടുകൂടി ജീവിക്കുവാനും ഇൽമിയായ തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അത്തരത്തിൽ മരിച്ചു പിരിയാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനിയോ അധ്യാപന രംഗത്ത് അധ്യാപകരായ നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരു രക്ഷിതാവ് അവന്റെ മക്കളുടെ അധ്യാപകനാണ്. ഒരു ഉമ്മ, അൽ ഉമ്മു മദ്റസത്തുൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉമ്മയാണ് മദ്റസ. പ്രവാചകൻ പറയാണ് അൽ ഉമ്മു മദ്റസ. സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അതിന്റെ ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും അറിവ് നുകർന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം ചെറുതല്ല. അവരെ വിശ്വസിച്ചുകൊണ്ടൊരു സമൂഹം അവരുടെ മുന്നിൽ സാഗൂതം ശ്രദ്ധയോടെ പഠിക്കാനായി ഇരിക്കുമ്പോൾ അവർക്ക് അവരെ ലക്ഷ്യസ്ഥാനത്തെത്താൻ മാത്രം ഉപകരിക്കുന്ന അത്തരുണത്തിലുള്ള നന്മകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ, സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്, ആ അധ്യാപകന് നൽകുന്ന പ്രതിഫലം ചെറുതല്ല എന്നതാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നത് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മികച്ച ഒരു അധ്യാപകനായിരുന്നു.
ലോകത്തെ ഏറ്റവും നല്ല അധ്യാപനം നടത്തിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിൽ ഒരാൾ തുമ്മിയപ്പോ അറിയാതെ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മറ്റു സഹാബികൾ തുറിച്ചു നോക്കുകയും അവരുടെ തുടകളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ഒരാൾ നിസ്കാരത്തിൽ തുമ്മിയപ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. മുആദായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യനായി പ്രവാചകൻ അദ്ദേഹത്തിന് കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഈ സംഭവത്തെക്കുറിച്ച് മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നു. എന്താ പറയുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും മികച്ച അധ്യാപന പാഠമുള്ള മറ്റൊരു അധ്യാപകനെയും ഞാൻ അതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടേയില്ല. അവിടുന്ന് എന്നെ തുറിച്ചു നോക്കുകയോ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടില്ല. മാന്യമായ രൂപത്തിൽ വിളിച്ചു കൊണ്ടുപോയി പഠിപ്പിക്കുക എന്നത് അത് ആ മനുഷ്യനെ നന്നാക്കാൻ അത് ഉപകരിക്കും. നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളെ മക്കളെ സദസ്സുകളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ നിന്ന് വളരെ വൈകാരികമായ രൂപത്തിൽ അടിച്ചോ വേദനിപ്പിച്ചോ അവഹേളിച്ചോ ഉപദേശിക്കുന്ന ഉപദേശം ഒരിക്കലും വില പോകില്ല. കാരണം എന്താ? ഏതൊരു മനുഷ്യനും അവനെ ആക്രമിക്കാൻ വരുന്ന ശബ്ദത്തെ, അവനെ ആക്രമിക്കാൻ വരുന്ന വ്യക്തിയെ പ്രതിരോധത്തോടു കൂടിയാ കാണുക. അയാളെ എപ്പോഴും അയാളെ എതിർക്കാനും അയാൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാനാണ് നമ്മുടെ അഡ്രിനാലിൻ ഗ്രന്ഥി അങ്ങനെ വരിക. നേരെ മറിച്ച് സൗമ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതുപോലെ വിളിച്ചു കൊണ്ടുപോയി മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോനാ ചെയ്തത് ശരിയല്ല, ഇതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ തലോടലോടുകൂടി സൗമ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനെ അവനെ സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അധ്യാപന രംഗത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ എല്ലായിടത്തും നമുക്ക് ചുറ്റുപാടുമുള്ള നിരവധി കൂട്ടുകാരിൽ ഓരോരുത്തർക്കും ഇത്തരം പണികളാണ്. വിവിധങ്ങളായ മേഖലകളിൽ, ഐടികളിൽ, അല്ലാത്തയിടത്ത് സ്പോക്കൺ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോന്നിലും വ്യത്യസ്തങ്ങളായ അറിവുകൾ ലഭിച്ച നിരവധി അധ്യാപകന്മാരുടെ മുന്നിലാണ് ഞാൻ ഈ ഖുതുബ പോലും പറയുന്നത്. ആലോചിക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന നന്മകൾ ഒരു സമൂഹത്തിന്റെ വലിയ വളർച്ചയ്ക്ക് വലിയ കാരണമാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ പ്രതിഫലവും ഖൈറാത്തുകളും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് മുമ്പ് പഠിപ്പിച്ച് നമ്മൾ പിരിഞ്ഞുപോയ, അതല്ലെങ്കിൽ ഇന്നും വാർദ്ധക്യ സഹജമായ രോഗത്താൽ വീട്ടിൽ വിശ്രമിക്കുന്ന, നമുക്ക് ഉപകാരങ്ങൾ തന്നിരുന്ന, നമ്മൾ ഈ പറഞ്ഞ അധ്യാപന രംഗത്ത് നമുക്ക് ഉപകാരങ്ങൾ തന്നിരുന്ന ആളുകളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുമായി ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നത് അതൊരു ഒറിജിനലായിട്ട് വേണ്ട സാധനം. അവർക്ക് പറഞ്ഞു കൊടുത്തൊരു നിയമമായി പഠിപ്പിക്കേണ്ടതല്ല. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ ഏറ്റവും വലിയ അധ്യാപകനാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രൊഫഷണലുകൾ ഒരുപാടുണ്ട്. എല്ലാ ആളുകൾക്കും വിവിധങ്ങളായ പേരുകൾ നമ്മൾ പറയാറുണ്ട്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ. നമ്മൾ ആലോചിച്ച് നോക്കി, ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പിന്നിലും ഒരു അധ്യാപകൻ എന്നൊരു വലിയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഏതൊരു ഡ്യൂട്ടി ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഏതൊരു പ്രൊഫഷണലിന്റെ പിന്നിലും ഒരു അധ്യാപകൻ കിടക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരന്റെ പിന്നിൽ ഒരു അധ്യാപകനുണ്ട്, അല്ലെ? ഏത് മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ ഒരു അധ്യാപകൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അധ്യാപനം എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ എന്ത് വേണം? നൽകുന്ന അധ്യാപനം നടത്തുന്ന വിഷയത്തിൽ ഒരു അവഗാഹത ഉണ്ടാക്കുക, നേടിയെടുക്കുക എന്നത് വലിയ കാര്യമാണ്. മതത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് അറിവുകൾ നമ്മുടെ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ പോലും ചില ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾ ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ശരിക്ക് അളന്നു നോക്കിയാൽ ബഹുഭൂരിപക്ഷം നന്മകളും നമുക്ക് കിട്ടിയിരിക്കുന്നത് മദ്രസകളിൽ നിന്നായിരിക്കും. ആ മദ്രസകളിൽ നിന്ന് ലഭ്യമാകുന്ന സിസ്റ്റമാറ്റിക്കലായി സിലബസ് അടിസ്ഥാനത്തിൽ വരുന്ന അറിവുകൾ നമ്മളുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ഇന്റത് കണ്ടിട്ട് അവർ വളരും, അവരിന്റെ കൂടെ ജീവിക്കുന്നത് എന്നൊന്നും നമ്മൾ ആരും സമാധാനിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ രക്ഷിതാവും ചിന്തിക്കുക, നമുക്കറിയാത്ത പലതുമുണ്ട് ഈ ദുനിയാവിൽ. ചില രക്ഷിതാക്കൾക്ക് ഖുർആൻ നോക്കി ഓതാൻ പോലും വായിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരുടെ മക്കൾ ഹാഫിദുകളായി മാറിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഓതിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് മക്കൾ ഖുർആൻ പഠിച്ച് ഹാഫിദുകളായിട്ടുണ്ട്, അധ്യാപകരായിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടതാ, ഞാനിങ്ങ് പഠിപ്പിച്ചു കൊടുത്തോളൂ, എന്റെ മൊബൈലിൽ അത് ഉണ്ടാവും, അവർ ഫ്രീ ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളി നീക്കരുത്. ആ കുട്ടികളുടെ ഭാവി നമ്മൾ തകർക്കരുത്. ആ കുട്ടികളുടെ മതപരമായ കാര്യത്തിലുള്ള തടസ്സം മാതാപിതാക്കളായി നമ്മൾ ആവരുത്. അതുകൊണ്ട് മദ്രസകൾ തെരഞ്ഞെടുക്കുകയും മതപരമായ കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുൻതൂക്കം നൽകുകയും അതോടൊപ്പം ഭൗതികമായ വിഷയങ്ങളിൽ അവരെ വളർത്തി വലുതാക്കുകയും സമൂഹത്തിൽ ഏറ്റവും എല്ലാവരും അഭിമാനിക്കുന്ന നല്ലൊരു കുടുംബമായി വർത്തിക്കാൻ നമ്മളെല്ലാവരും പ്രവർത്തിക്കുകയും വേണം. നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മദ്രസകളിൽ ചേർത്തുക, മതം പഠിപ്പിക്കുക. ഇനി പ്രായം അധികരിച്ചാലും അവർക്ക് ദീന് പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ജാഗ്രത പാലിക്കണം. അല്ലാഹു അതിനെ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ
اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.